അതിന് നമ്മൾ എല്ലാ ദൈവങ്ങളെയും പല ഭക്തിയിലുള്ളവർ പറയും അത് ബ്രഹ്മമാണ്. ശിവനെടുത്താലും ബ്രഹ്മമാണ്, വിഷ്ണു എടുത്താലും ബ്രഹ്മമാണ്. ഇതും ബ്രഹ്മമില്ല. പിന്നെ അവരിത് ന്യായിക്കണേ. ഏത് പിക്ചറുകളെയും നോക്കിയാൽ ധ്യാനാവസ്ഥയിലല്ല എല്ലാവരും ഇരിക്കുന്നത്. അവര് ബ്രഹ്മമാണെങ്കിൽ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അവര് ബ്രഹ്മത്തിന്റെ ലെവലിൽ എത്തിയിട്ടില്ല. അവരുടെ മുകളിലല്ല ഋഷികൾ ഇരിക്കുന്നത്, സപ്തർഷികളോട് ഇരിക്കുന്നത്, അതിന് മുകളിൽ കയറിയിരിക്കുന്നത്. ഗുരു ബൃഹസ്പതി ഇരിക്കുന്ന അതിന് മുകളിൽ കയറിയിരിക്കുന്നത്. അതിന് കഴിഞ്ഞ് ബ്രഹ്മത്തിലേക്ക് തോന്നും. അപ്പോ ബ്രഹ്മം സെവൻത്ത് ലെയറാണ്. ഏഴാമത്തെ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ദ്വൈതം വിട്ടേ പറ്റും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ അവസാനം തേടയും ഓപ്പണായി കഴിയുമ്പോൾ ഇതെല്ലാം ഉണ്ട് മനസ്സിലാവും. എല്ലാം റിയാലിറ്റി മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. പക്ഷെ അതുവരെ നമ്മൾ കൺഫേം ആയിട്ട് അദ്വൈതത്തിൽ പോയാലാണ് നമുക്ക് തിരിച്ച് റിയാലിറ്റി നമ്മൾ മനസ്സിലാവും. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? സുപ്രസ്റ്റപ്പായിട്ട് കയറി പോകാൻ പറ്റും. അതിൽ ഇവയൊക്കെ വായിക്കും. നായന പോവില്ല. നായന പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എല്ലാം എല്ലാവരും കാണാൻ തുടങ്ങും. ഓരോ ഞാൻ എന്നാളെ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് കുറെ പേര്. പക്ഷെ ചിലത് റിയാലിറ്റി കിട്ടാം. ഇന്നിപ്പോ എന്നോട് ബസ്സിൽ ഇരുന്നപ്പോ ഒരു കുട്ടി വിളിച്ചുണ്ടായി. ഒറ്റ ദീക്ഷ എടുത്തോ, അപ്പൊ ഈ കൊച്ചിന്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും അതിനെന്നും ചീത്ത പറയും. കാരണം ഇത് ഈ മെച്ചൂർഡല്ല. ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. അവസാനം എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ചീത്ത പറയും. ചീത്ത പറഞ്ഞോ ആ സെക്കൻഡിന് ബാബാജി കഴിഞ്ഞു. അന്തരീക്ഷത്തില് നക്ഷത്രം കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പിന്നും വണ്ടിയിൽ ഇരുന്നപ്പോ വിളിച്ചിട്ടുണ്ടായി. കുട്ടിക്കല്യാണ കേസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ അടുത്ത് എനിക്ക് ഒന്നും പറയുന്നില്ല. ഞാൻ വാങ്ങുന്നത് നമ്മളെന്തെങ്കിലും എതിർത്ത് സംസാരിച്ച അപ്പൊ ആ സെക്കൻഡിൽ ബാബാജി ലൈവ് വരും. അവിടെ വരും. മണിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മളത് ഒന്നും ചീത്ത പറയാറില്ല. എന്ത് പറഞ്ഞാലും കേട്ടിരിക്കും. അതൊന്നും പറ്റിയില്ല. അതാണ് സിറ്റുവേഷൻ. എല്ലാവർക്കും പല രീതിയിൽ പണിയിട്ടു. ഏത് സ്റ്റേജിൽ എന്നാലും ഇതിനൊരു കുറവുണ്ടാവില്ല. സംഭവം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ ഏതാ ഇത് ഏതാ. അപ്പൊ ആ കൊച്ചു പറയും ദേ വന്നു നോക്ക് പറയും. അത് നമുക്ക് മനസ്സിലാവാമല്ലോ. അല്ലെങ്കിൽ ഈ കൊച്ചിന്റെ ഈ പിള്ളേരെ പറയണ മാതിരി ഇങ്ങനെ പറയണ കൂടെ നമ്മൾ കേട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? കേട്ടേ പറ്റും. കാരണം അതിന് അച്ഛനില്ലേ, അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫാമിലി. അപ്പൊ അവർക്ക് സപ്പോർട്ടാണ് ആവശ്യം. അപ്പൊ അത് നമ്മളെ കൊടുക്കാൻ നമ്മുടെ ബാധ്യസ്ഥരായി. അല്ലെങ്കിൽ ഗുരു സമ്മതിക്കില്ല. എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഉൾക്കൊള്ളിക്കാൻ പറയും. അപ്പൊ ബാബാജി സപ്പോർട്ട് ചെയ്യും. കൊച്ചു കഴിക്കണ ഞാൻ ചെയ്തുകൊണ്ടാണ് ബാബാജി ചെയ്യുന്നതാണ്. ആരും ഒരു സ്റ്റേജ് എടുത്തോളും. മൂന്നാമത്തെ ദിവസം ബാബാജിയിലായിരുന്നു. മൂന്നാമത്തെ ദിവസം അങ്ങനെ നക്ഷത്രത്തിൽ ഇന്നും വന്നു. സംസാരിക്കാൻ വരും. സംസാരിച്ച അപ്പ വരും. അത്ര ബാബാജി അത്ര അടുത്താണ്. എന്നാൽ ക്രിയ ചെയ്യണമില്ല. ഇതാണ് അതിന്റെ രസം. ആരും പ്രാണായാമം ഉറപ്പല്ലോ. നിങ്ങൾക്ക് തന്ന സ്റ്റേജ്
മതി. ചിലർക്ക് വെറുതെ സ്റ്റിമുലസ് മതി. അന്ന് കിടത്തി വിട്ടാൽ മതി, മനസ്സിലായോ? തട്ടി വിട്ടാൽ മതി, അതോടെ ആക്റ്റീവായി. ഇനി വേറെ ഒന്നുമില്ല. അപ്പൊ അതിലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തടസ്സം വരും. മെസ്സേജ് വരില്ല, അതാണ് വലിയ പരലോസം ക്ലാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ തടസ്സം വരില്ല. ഇപ്പോഴും ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ വർഷം 1.5-2 പക്ഷെ ലൈവാണ് പറഞ്ഞത്. മുൻജന്മത്തിലെ ഇതാണ്, ജന്മത്തിലായിട്ടുള്ള കണക്ഷനാണ്. നമ്മളെ വെറുതെ ലിമിറ്റായിട്ട്